നമസ്കാരം. ടോപ്പ് 10ലേക്ക് സ്വാഗതം. UDF-ൽ ഘടകകക്ഷിയായി വിദൂര ഭാവിയിൽ മന്ത്രിയാകാമെന്ന മോഹമായിരുന്നു PV അൻവറിന്. VD സതീശൻ ഒരുക്കിയ ചക്രവ്യൂഹത്തിൽ പുറത്തു കടക്കാനാകാതെ പെട്ടുപോയോ PV അൻവർ. ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ച് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചാൽ 10 മിനിറ്റിൽ പ്രശ്നത്തിന് പരിഹാരമാകും. പിടിവാശി ആർക്കാണ്? PV അൻവറിനോ അതോ പ്രതിപക്ഷ നേതാവിനോ? നിലമ്പൂരിൽ അൻവർ സസ്പെൻസ് നാളെ അവസാനിക്കുമോ? UDF യോഗത്തിൽ ഫോർമുല തെളിയുമോ? അതോ അരയും തലയും മുറുക്കി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുമോ PV അൻവർ? സമഗ്രമായി നോക്കാം ടോപ്പ് 10. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കും. PV അൻവർ സ്ഥാനാർത്ഥിയാകണമെന്ന് TMC സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം. അന്തിമ തീരുമാനം നാളെ. VD സതീശന് ഗൂഢലക്ഷ്യമെന്നും തന്നെ ഒതുക്കാൻ ശ്രമമെന്നും PV അൻവർ. UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അൻവർ എന്ന് VD സതീശൻ. UDF യോഗം നാളെ. അൻവർ കറിവേപ്പിലയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇടത് സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 6 ജില്ലകളിൽ റെഡ് അലർട്ട്. കനത്ത കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. പലയിടത്തും ട്രാക്കിൽ മരം വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട്. ഇടുക്കി കുമളിയിൽ ലോറിക്ക് മുകളിൽ മരം വീണ് ഡ്രൈവർ മരിച്ചു. 9 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. സ്കൂളുകൾ തിങ്കളാഴ്ച തുറക്കും. മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്ന സംഭവത്തിൽ കരാർ കമ്പനിക്ക് വീഴ്ച പറ്റിയെന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിച്ചു. മണ്ണ് പരിശോധന നടത്തിയില്ലെന്നും ഡിസൈനിൽ വൻ തകരാറെന്നും കണ്ടെത്തൽ. ഇടിഞ്ഞ ഭാഗം പുനർനിർമ്മിക്കും. കൂരിയാട് പാതയുടെ സംരക്ഷണ ഭിത്തി ഇന്ന് വീണ്ടും തകർന്നു. എറണാകുളം കാലടിപ്പാലത്തിലെ കുഴിയിൽ കുരുങ്ങി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കൊച്ചിയിലെ കപ്പൽ അപകടം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച സർക്കാർ. നടപടി പാരിസ്ഥിതിക സാമൂഹികാഘാതം കണക്കിലെടുത്ത്. തീരത്തടിഞ്ഞ കണ്ടെയ്നറിൽ അപകടകരമായ രാസവസ്തുക്കളില്ലെന്ന് വിശദീകരണം. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് സർക്കാർ 1000 രൂപയും റേഷനും നൽകും. കൊല്ലം ശക്തികുളങ്ങരയിൽ കണ്ടെയ്നർ മാറ്റുന്നതിനിടെ തെർമോകോൾ കവചത്തിന് തീപിടിച്ചു. തൃശൂർ മണലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കാഞ്ഞാണി ശാഖയിൽ നിന്നും പണയ സ്വർണം മോഷണം പോയി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന് പരാതി. 19 വർഷം മുമ്പ് നടന്ന കവർച്ചയിൽ നഷ്ടമായത് 17 കിലോ പണയ സ്വർണം. ഇൻഷുറൻസ് തുക ലഭ്യമാകുന്ന മുറയ്ക്ക് ഇടപാടുകാരുടെ ബാധ്യത തീർക്കുമെന്ന് ബാങ്ക് അധികൃതർ. ടോപ്പ് 10 സ്പെഷ്യൽ. BJP വക്താവെന്ന വിമർശനത്തിന് മറുപടിയുമായി ശശി തരൂർ MP. വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്നും തനിക്ക് മറ്റ് ചില നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും തരൂരിനെ പിന്തുണച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പ്രതിനിധി സംഘത്തിൽ പോയവർ ഇന്ത്യക്കെതിരെ സംസാരിക്കണമെന്നാണോ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നതെന്നും റിജിജു. ED ഉദ്യോഗസ്ഥൻ പ്രതിയായ കോഴിക്കേസ് അന്വേഷിക്കാൻ EDയും. ഡൽഹി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന് അന്വേഷണ ചുമതല. നാളെ ഡൽഹിയിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പരാതിക്കാരൻ അനീഷ് ബാബുവിന് നോട്ടീസ്. അനീഷ് ബാബുവിന്റെ അറസ്റ്റ് തൽക്കാലത്തേക്ക് തടഞ്ഞ് ഹൈക്കോടതി. IPL 1ാം ക്വാളിഫയറിൽ പഞ്ചാബ് കിങ്സ് തകർന്നു. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വിജയത്തിലേക്ക്. വിജയലക്ഷ്യം 102 റൺസ്. ജയിക്കുന്ന ടീം നേരിട്ട് ഫൈനലിലേക്ക്. ട്രംപ് ഭരണകൂടം വിവിധ രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ താരിഫ് നിർത്തിവെക്കാൻ അമേരിക്കയുടെ ഫെഡറൽ കോടതിയുടെ ഉത്തരവ്. ട്രംപിന്റെ നടപടി അധികാര ദുർവിനിയോഗം. രാജ്യങ്ങളുമായുള്ള വാണിജ്യം നിയന്ത്രിക്കുന്നതിനുള്ള അധികാരം US കോൺഗ്രസിനെന്നും കോടതി. ട്രംപ് സർക്കാരിന്റെ ചെലവ് ചുരുക്കൽ വിഭാഗത്തിൽ നിന്ന് പടിയിറങ്ങി ഇലോൺ മസ്ക്. സ്റ്റോറി ഓഫ് ദി ഡേ. കറുത്തമ്മയുടെ കൂട്ടുകാരിക്ക് സുഖം തന്നെ. നിലമ്പൂരിൽ PV അൻവർ മത്സരിക്കും. മഞ്ചേരിയിൽ ചേർന്ന തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം. മത്സരിക്കാനുള്ള തീരുമാനത്തിന് നാളത്തെ പ്രവർത്തക സമിതി യോഗം അംഗീകാരം നൽകും. ഒത്തുതീർപ്പ് ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടതോടെയാണ് നിലമ്പൂരിൽ മത്സരിക്കാൻ തൃണമൂൽ കോൺഗ്രസ് തീരുമാനിച്ചത്. PV അൻവർ തന്നെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകും. ആര്യാടൻ ഷൗക്കത്തിനെതിരായ വിമർശനം UDFുമായി ഒത്തുതീർപ്പിനില്ലെന്ന സൂചന നൽകുന്നു. ഷൗക്കത്തിന് തോൽക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടെന്ന് PV അൻവർ പറഞ്ഞു. UDFിന്റെ നേതാക്കന്മാർ ആര്യൻ ഷൗക്കത്തിനെ അംഗീകരിക്കൂല എന്ന നരേഷൻ ആരാ ഉണ്ടാക്കിയത്? അവരുണ്ടാക്കിയതല്ലേ. ഞാൻ എന്താ പറഞ്ഞത്? ഫൈനലി ഏത് ചെകുത്താനായാലും ഞാൻ സമ്മതിക്കുമെന്ന് പറഞ്ഞല്ലേ.
അപ്പം അത് നമ്മളെ കക്ഷിയാക്കണ്ടേ? നാളെ നടക്കുന്ന പ്രവർത്തക സമിതി യോഗത്തിൽ മത്സരിക്കാനുള്ള തീരുമാനത്തിന് അംഗീകാരം നൽകും. വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന സൂചന നൽകി നേതൃയോഗത്തിനു മുൻപ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ അതിരൂക്ഷമായി അൻവർ വിമർശിച്ചിരുന്നു. ഞാൻ അദ്ദേഹം നമ്മൾ എന്ത് പ്രശ്നമുള്ളത്? ഈ കോലത്തിൽ അദ്ദേഹം ഒരു നിലപാടെടുക്കേണ്ട ഒരു പ്രശ്നങ്ങൾ ഞങ്ങൾ തമ്മിലില്ല. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു നിഗൂഢമായ എന്തോ ലക്ഷ്യം അദ്ദേഹത്തിനുണ്ട്. അതേസമയം നാളെ നടക്കുന്ന UDF യോഗത്തിൽ വലിയ അത്ഭുതമുണ്ടാക്കുന്ന തീരുമാനങ്ങളുണ്ടായാൽ തൃണമൂൽ കോൺഗ്രസിന്റെ തീരുമാനത്തിലും മാറ്റമുണ്ടാകാം. അല്ലെങ്കിൽ നിലമ്പൂരിൽ 3ാം തവണയും അൻവർ സ്ഥാനാർത്ഥിയാകും. അമൃത ന്യൂസ്, മലപ്പുറം. PV അൻവർ വിഷയത്തിൽ എന്തു വേണമെന്ന് വീണ്ടും ആലോചിക്കാൻ UDF നാളെ നടക്കുന്ന യോഗത്തിൽ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കും. അൻവറിന് വഴങ്ങേണ്ടെന്ന ശക്തമായ നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും PV അൻവർ വിഷയം പ്രതിസന്ധിയായി തുടരുന്ന സാഹചര്യത്തിലാണ് നാളെ UDF പ്രശ്നം ചർച്ച ചെയ്യുന്നത്. അൻവറിന് വഴങ്ങേണ്ടെന്ന ശക്തമായ നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കാനൊരു തീരുമാനം അദ്ദേഹം പറഞ്ഞാൽ അപ്പോൾ UDFിൻ്റെ അഭിപ്രായം അപ്പം പറയും. അന്നുള്ളൂ, ഇപ്പല്ല. ആദ്യം മുതൽ ഇത്രയല്ലാതെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഇവരാരെങ്കിലും പ്രകോപിപ്പിച്ചുകൊണ്ട് ഒരു വാക്ക്, ഒരു വാചകം ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് അൻവറിനെ കൂടെ നിർത്തണമെന്ന അഭിപ്രായക്കാരാണ് കോൺഗ്രസിലെ വലിയൊരു വിഭാഗം നേതാക്കളും. മുസ്ലിം ലീഗിനും അൻവറിനെ ചേർത്ത് നിർത്തണമെന്ന നിലപാടാണുള്ളത്. നിലമ്പൂരിലെ അനുകൂല സാഹചര്യം അൻവറുമായി പോരടിച്ച് നശിപ്പിക്കരുതെന്ന് ലീഗ് കരുതുന്നു. PK കുഞ്ഞാലിക്കുട്ടിയാണ് പ്രശ്നപരിഹാരത്തിനായി മുൻകൈയെടുക്കുന്നത്. ഞങ്ങൾക്ക് കൂട്ടായ ഒരു തീരുമാനം എടുക്കണമല്ലോ, UDFിന് കൂട്ടായ ഒരു തീരുമാനം എടുക്കണമല്ലോ. നാളെ വൈകുന്നേരത്തോടു കൂടി ഞങ്ങളെല്ലാവരും കൂടി കൂട്ടായി ആലോചിച്ച് ഈ വിഷയത്തിൽ UDFിന്റെ ഒരു തീരുമാനം എടുക്കും. UDF യോഗത്തോടെ അൻവർ വഴങ്ങുമെന്ന വിശ്വാസത്തിലാണ് നേതൃത്വം. അല്ലാത്ത പക്ഷം UDFിനെ സംബന്ധിച്ച് അൻവർ അടഞ്ഞ അധ്യായമാകും. അമൃത ന്യൂസ്, മലപ്പുറം. നിലമ്പൂരിൽ CPM സ്ഥാനാർത്ഥിയെ നാളെ അറിയാനാകും. സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം പ്രഖ്യാപനമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി. അതേസമയം സ്വതന്ത്ര സ്ഥാനാർത്ഥിയിലേക്കാണ് CPMന്റെ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നതെന്നാണ് സൂചന. സ്വതന്ത്രനെങ്കിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു, പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നതെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയി എന്നീ പേരുകളാണ് പരിഗണനയിലുള്ളത്. അതിനിടെ അൻവർ കറിവേപ്പില പോലെ ആയല്ലോ എന്നാണ് മുഖ്യമന്ത്രിയുടെ പരിഹാസം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാകാതെ LDF ആശയക്കുഴപ്പത്തിലാണ് എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം എതിരാളികൾ പ്രചാരണം ശക്തമാക്കുകയാണ്. അതേസമയം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആദ്യമേ വ്യക്തമാക്കിയത് ഒരാഴ്ചയ്ക്കുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ്. നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് അന്തിമ തീരുമാനമെടുക്കും. ചർച്ചകൾക്ക് നാളെ പരിസമാപ്തിയാകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സാധാരണഗതിയിൽ ഞങ്ങൾ ആലോചിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാലാണ്. അപ്പോൾ ആ പ്രഖ്യാപനം കഴിഞ്ഞു ഇപ്പോൾ ആലോചനകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ പരിസമാപ്തി അടുത്ത ദിവസം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ പ്രഖ്യാപനവും നടത്തും. പൊതുസമ്മതൻ സ്ഥാനാർത്ഥിയാകുമെന്ന് MV ഗോവിന്ദൻ ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയിലേക്ക് തന്നെയാണ് ചർച്ചകൾ എത്തി നിൽക്കുന്നത്. നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു, ചുങ്കത്തറ മാർത്തോമ കോളേജ് മുൻ പ്രിൻസിപ്പൽ M തോമസ് മാത്യു എന്നിവരുടെ പേരുകളാണ് ചർച്ചയിലുള്ളത്. അതേസമയം ഡോക്ടർ ഷിനാസുമായി പാർട്ടി നേതാക്കൾ ചർച്ച നടത്തിയിട്ടുമുണ്ട്. ആശുപത്രി സൂപ്രണ്ട് എന്ന നിലയിൽ നിലമ്പൂരിലുള്ള സ്വാധീനം, താലൂക്ക് ആശുപത്രിയെ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്താൻ ശ്രമിച്ചത്, ആദിവാസി ഊരുകളിലെ ജനകീയത തുടങ്ങിയവ ഷിനാസിന് മേൽക്കൈ നൽകുന്നു. എന്നാൽ അൻവറിന്റെ സ്വാധീനത്തിലല്ല കഴിഞ്ഞ 2 തവണയും മുന്നണി ജയിച്ചത് എന്ന് തെളിയിക്കണമെങ്കിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണമെന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത്. അങ്ങനെയെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയി, DYFI ജില്ലാ പ്രസിഡന്റ് P ഷബീർ എന്നീ പേരുകളാണ് സജീവ ചർച്ചയിലുള്ളത്. അതിനിടെ PV അൻവറിനെ കറിവേപ്പിലയോട് ഉപമിക്കാനും മുഖ്യമന്ത്രി മറന്നില്ല. മറ്റേയാളെ പറ്റി അധികം പറയണ്ട, അതെല്ലാവരും കറിവേപ്പില പോലെ കളഞ്ഞല്ലോ. അതിൽ യഥാർത്ഥത്തിൽ അതാണല്ലോ ഉണ്ടായിട്ടുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരവും കൊല്ലവും ഉൾപ്പെടെ 6 ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുകയാണ്. നാളെ 6 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴക്കെടുതി നേരിടാൻ സംസ്ഥാനത്ത് 9 NDRF ടീമുകളെ ഉടൻ വിന്യസിപ്പിക്കുമെന്നും 50 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു.
4 ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുന്നതിനിടെയാണ് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ കൂടി കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. 55 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുന്നതിനും ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇന്നുണ്ടായ ശക്തമായ മഴയിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടതുകൂടാതെ വാഹനങ്ങൾക്കും കെട്ടിടങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. മഴക്കെടുതിയിൽ 2 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്ന് നെയ്യാർ ഡാമിന്റെയും ഭൂതത്താൻകെട്ട് അണക്കെട്ടിന്റെയും ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റു ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മഴക്കെടുതി നേരിടാൻ സംസ്ഥാനത്ത് 9 NDRF ടീമിനെ കൂടി ഉടൻ വിന്യസിക്കും. 59 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 1296 പേരെ മാറ്റിപ്പാർപ്പിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസ്ഥാനത്ത് 59 ക്യാമ്പുകളാണുള്ളത്. 1296 ആൾക്കാരെ അവിടെ താമസിപ്പിച്ചിട്ടുണ്ട്. അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ 9 ടീമുകളെ മഴക്കാല മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് വിന്യസിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ നാളെ 9 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്, കോട്ടയം, എറണാകുളം, തൃശൂർ, വയനാട്, പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. MG യൂണിവേഴ്സിറ്റി പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മധ്യകേരളത്തിൽ കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ കനത്ത മഴ. ഇടുക്കി കുമളിയിൽ മരമൊടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു. ചങ്ങനാശ്ശേരി സ്വദേശി ശ്രീജിത്ത് മനോജാണ് മരിച്ചത്. വട്ടവടയിൽ കനാലിൽ വീണ് കോവിലൂർ സ്വദേശി വിഷ്ണുവും മരണമടഞ്ഞു. ആലപ്പുഴ എഴുപുന്നയിൽ റെയിൽവേ ട്രാക്കിലേക്ക് മരം വീണതിനെ തുടർന്ന് ആലപ്പുഴ എറണാകുളം റൂട്ടിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. കോട്ടയം നഗരസഭയിലെയും സമീപ പഞ്ചായത്തുകളിലെയും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. കോട്ടയം താഴത്തങ്ങാടി, ഇല്ലിക്കൽ, കുമ്മനം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വെള്ളം കയറിയത്. കനത്ത മഴയിൽ മധ്യ കേരളത്തിലെ വിവിധ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം തുടരുകയാണ്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനടുത്ത് സെൻട്രൽ വെയർ ഹൌസിന് സമീപം മരം വീണ് 3 വാഹനങ്ങൾ തകർന്നു. 2 കാറുകളും ഓട്ടോറിക്ഷയുമാണ് തകർന്നത്. ആലുവ ദേശം കുന്നുംപുറത്ത് ദേശീയപാതയിലേക്ക് മാവ് മറിഞ്ഞു വീണ് വൈകിട്ട് 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. സ്ഥലത്ത് 4 കിലോമീറ്ററോളം ഗതാഗത സ്തംഭനമുണ്ടായി. ആലപ്പുഴ എഴുപുന്നയിൽ റെയിൽവേ ട്രാക്കിൽ മരം വീണു. ഗതാഗതം തടസ്സപ്പെട്ടതിനാൽ ആലപ്പുഴ തീരദേശപാതയിൽ ട്രെയിനുകൾ വൈകി. വൈദ്യുതി ലൈനും ട്രാക്കിലേക്ക് പൊട്ടി വീണിരുന്നു. തകഴിയിലും ട്രാക്കിലേക്ക് മരം വീണു. ഇതുമൂലം ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു. കുട്ടനാട്ടിലെ പുളിങ്കുന്നിൽ മാവേലി സ്റ്റോർ വെള്ളത്തിൽ മുങ്ങി. സാധനങ്ങൾ ഭാഗികമായി നശിച്ചു. തൊട്ടടുത്തുള്ള കൃഷിഭവൻ, മൃഗാശുപത്രി എന്നിവിടങ്ങളിലും ഇന്ന് പെയ്ത കനത്ത മഴയിൽ വെള്ളം കയറി. ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടറിന് മുകളിലേക്ക് മരം കടപുഴകി വീണ് സ്കൂട്ടർ യാത്രക്കാരന് ഗുരുതര പരിക്കേറ്റു. നിരണം തോട്ടടി സ്വദേശി ഗീവർഗീസിനാണ് പരിക്കേറ്റത്. ശക്തമായ മഴ തുടരുന്നതിനിടെ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. കോട്ടയം താഴത്തങ്ങാടി, ഇല്ലിക്കൽ, കുമ്മനം തുടങ്ങിയ പ്രദേശങ്ങൾ, തിരുവാർപ്പ്, ആർപ്പൂക്കര, ഐമനം, കുമരകം എന്നീ പഞ്ചായത്തുകളിലും നിരവധി വീടുകളിൽ വെള്ളം കയറി. കുമ്മനം തൈക്കാട് തൃക്കോവിൽ ക്ഷേത്രം, കുമ്മനം തൊണ്ടമ്പ്രാൽ LP സ്കൂൾ, താഴത്തങ്ങാടി പാറപ്പാടം ക്ഷേത്രം എന്നിവിടെയും വെള്ളം കയറി. കോട്ടയം ഐമനത്ത് വിരിപ്പ് കൃഷിക്കായി ഒരുക്കിയ പാടശേഖരത്തിൽ മട വീണു. കാലവർഷക്കെടുതിയിൽ കോട്ടയം ജില്ലയിൽ കാർഷിക മേഖലയ്ക്ക് 4.27 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് കണക്ക്. കോട്ടയം ജില്ലയിൽ 15 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 83 കുടുംബങ്ങളിൽ നിന്നുള്ള 246 പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. കുമളിയിൽ പാർക്ക് ചെയ്തിരുന്ന ലോറിക്കും ബസിനും മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു. അതിർത്തിയിലെ തമിഴ്നാട് ബസ് സ്റ്റാൻഡിലാണ് സംഭവം. ലോറിക്കുള്ളിൽ കുടുങ്ങിക്കിടന്ന ശ്രീജിത്തിനെ ഫയർഫോഴ്സ് സംഘമെത്തി മരം മുറിച്ചു മാറ്റിയ ശേഷം ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ലോറിയിലുണ്ടായിരുന്ന മറ്റൊരാൾക്ക് കൂടി അപകടത്തിൽ പരിക്കേറ്റു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി 10-ാം മൈൽ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായി. ജലനിരപ്പ് റെഡ് അലർട്ടിലെത്തിയതോടെ ഇടുക്കി പൊന്മുടി അണക്കെട്ട് തുറന്നു. 3 ഷട്ടറുകൾ 20 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത്. പുഴയുടെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഇതോടെ ഇടുക്കി ജില്ലയിൽ 4 അണക്കെട്ടുകളാണ് തുറന്നിരിക്കുന്നത്. തൃശൂർ കുന്നംകുളം മേഖലയിൽ രാവിലെ ഉണ്ടായ കനത്ത കാറ്റിൽ നഗരസഭാ ഓഫീസിനോട് ചേർന്ന വലിയ പൂമരം കടപുഴകി വീണു. ഈ ഭാഗത്തെ ഇലക്ട്രിക് കമ്പികൾ ഉൾപ്പെടെയുള്ളവ പൊട്ടുകയും വൈദ്യുതി വിതരണം താറുമാറാകുകയും ചെയ്തിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിലേക്കുള്ള രാത്രിയാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി 7 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് യാത്രാ നിരോധനം. വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നിരോധിച്ചിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കൊച്ചി.
വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലേർട്ടും മറ്റു വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ്. രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിൽ ലോട്ടറി കടയ്ക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണ് ലോട്ടറി കച്ചവടക്കാരന് പരിക്കേറ്റു. വരും മണിക്കൂറുകളിലും മഴ ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ മലയോര തീരദേശ മേഖലയിലുള്ളവരോട് ജാഗ്രത പുലർത്താനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. വടക്കൻ ജില്ലകളിൽ പലയിടത്തും മഴയോടൊപ്പം കാറ്റും ശക്തമാണ്. രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിൽ കണ്ണൂരിലെ വലിയന്നൂരിൽ ലോട്ടറി കടയ്ക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണ് കച്ചവടക്കാരന് പരിക്കേറ്റു. വീടുകളുടെ മേൽക്കൂര തകർന്നു. പോസ്റ്റുകൾ വീണതിനെ തുടർന്ന് പലയിടങ്ങളിലും വൈദ്യുതിയും തടസ്സപ്പെട്ടു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കോഴിക്കോട് കക്കയം ഡാമിൽ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചു. വെള്ളം പുഴയിലേക്ക് ഒഴുക്കിവിടാൻ തുടങ്ങിയിട്ടുണ്ട്. വിലങ്ങാട് പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. ശക്തമായ കാറ്റിൽ മൊകവൂർ ബൈപ്പാസിലെ അപ്രോച്ച് റോഡിലെ കൂറ്റൻ പരസ്യ ബോർഡ് നിലം പതിച്ചു. പലയിടങ്ങളിലും കടലാക്രമണത്തെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറി. കനത്ത മഴയെ തുടർന്ന് ജില്ലയിൽ ആരംഭിച്ച 4 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ശേഷിക്കുന്നത് 52 കുടുംബങ്ങളിൽ നിന്നായി 145 പേരാണ്. കൊയിലാണ്ടി താലൂക്കിലെ ചങ്ങാരോത്ത് വില്ലേജിൽ കടിയങ്ങാട് ALP സ്കൂളിൽ പ്രവർത്തിച്ചിരുന്ന ക്യാമ്പ് വെള്ളം ഇറങ്ങിയതിനെ തുടർന്ന് പിരിച്ചുവിട്ടു. വരും മണിക്കൂറുകളിലും വടക്കൻ ജില്ലകളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ മലയോര തീരദേശ മേഖലയിലെ ജനങ്ങളോട് പ്രത്യേക ജാഗ്രത പുലർത്താനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. അമൃത ന്യൂസ്, കോഴിക്കോട്. തെക്കൻ കേരളത്തിലെ ജില്ലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിൽ മഴക്കെടുതിയിൽ വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായത്. പത്തനംതിട്ട ജില്ലയിൽ നാളെയും റെഡ് അലേർട്ടാണ്. തിരുവനന്തപുരം ജില്ലയിൽ വൈകിട്ട് 6 മുതൽ 9 മണി വരെ 3 മണിക്കൂർ കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നായിരുന്നു മുന്നറിയിപ്പ്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ തിരുവനന്തപുരത്ത് തുടർന്ന മഴയിൽ മരങ്ങൾ കടപുഴകി വീണ് വ്യാപക നാശനഷ്ടമുണ്ടായി. കടക്കാവൂരിലും മുരിക്കുംപുഴയിലും റെയിൽവേ ട്രാക്കിലേക്ക് മരം കടപുഴകി വീണതിനെ തുടർന്ന് റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ചെന്നൈ സൂപ്പർഫാസ്റ്റ്, ഗുരുവായൂർ ഇന്റർസിറ്റി, വഞ്ചിനാട് എക്സ്പ്രസ് എന്നിവ ഇതേ തുടർന്ന് പിടിച്ചിട്ടു. ആറ്റിങ്ങൽ, മാമത്ത് മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. തിരുവനന്തപുരം മ്യൂസിക് കോളേജിന് മുന്നിൽ മരക്കൊമ്പ് കാറിന് മുകളിലേക്ക് ഒടിഞ്ഞു വീണു. അതേസമയം റെഡ് അലർട്ട് നാളെയും തുടരുന്ന പത്തനംതിട്ട ജില്ലയിൽ കനത്ത മഴയിലും ശക്തമായ കാറ്റിലും നാശനഷ്ടമുണ്ടായി. മല്ലപ്പള്ളി, റാന്നി, തിരുവല്ല, അടൂർ, കോഴഞ്ചേരി, കോന്നി എന്നിവിടങ്ങളിലായി 18 വീടുകളും മരം വീണ് പത്തനംതിട്ട കളക്ടറേറ്റ് ഓഫീസിലെ പൊതുമരാമത്ത് ഓഫീസും ഭാഗികമായി തകർന്നു. കുമ്പഴയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. കോന്നി, തിരുവല്ല, മല്ലപ്പള്ളി താലൂക്കുകളിലായി 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. റാന്നി ഇട്ടിയപ്പാറയിൽ ശക്തമായ കാറ്റിൽ 50ഓളം അക്കീഷ്യ മരങ്ങൾ കൂട്ടത്തോടെ കടപുഴകി വീഴുകയും വൈദ്യുതി ലൈനുകൾ തകരുകയും ചെയ്തു. ജലനിരപ്പ് ഉയർന്നതിനാൽ മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകൾ 20 സെന്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട്. ഇതേ തുടർന്ന് കക്കാട്ടാറിന്റെ തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. കൊല്ലം ജില്ലയിൽ ഇടവിട്ട് പെയ്ത മഴയിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കാസർഗോഡ് മധുവാഹിനി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് വീട്ടമ്മ മരിച്ചു. മല്ലം ക്ഷേത്രത്തിന് സമീപത്തെ ഗോപികയാണ് മരിച്ചത്. വീടിന് 20 മീറ്റർ മാത്രം അകലത്തിലുള്ള പുഴയിൽ തുണി അലക്കാൻ പോയതായിരുന്നു വീട്ടമ്മ. ഏറെ നേരം കഴിഞ്ഞിട്ടും തിരിച്ചു വരാത്തതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിൽ 1 കിലോമീറ്റർ ദൂരത്തായി മൃതദേഹം കണ്ടെത്തി. മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞ സംഭവത്തിൽ വിദഗ്ധ സമിതി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. കമ്പനികൾക്കുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സംരക്ഷണ ഭിത്തിയടക്കം തകർന്ന ഭാഗത്തെ 1 കിലോമീറ്റർ റോഡ് പൂർണ്ണമായും പുനർനിർമ്മിക്കണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രദേശത്ത് റോഡ് നിർമ്മിക്കുന്നതിന് മണ്ണ് പരിശോധനയടക്കം ഫലപ്രദമായി നടത്തിയില്ല. നിർഭാഗ്യകരമായ സംഭവമാണ് നടന്നതെന്നാണ് ട്രാൻസ്പോർട്ട് സെക്രട്ടറി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. നിർമ്മാണ കമ്പനി അടക്കമുള്ള ഏജൻസികൾക്ക് വൻ വീഴ്ചയുണ്ടായെന്നും റിപ്പോർട്ടിലുണ്ട്. കൂരിയാട് മേഖലയിലെ നെൽപ്പാടങ്ങളിലടക്കം ആവശ്യമായ സാങ്കേതിക പരിശോധന നടന്നില്ലെന്നും ഡിസൈനിൽ വൻ തകരാറുണ്ടെന്നും വിദഗ്ധ സമിതി കണ്ടെത്തി. മലപ്പുറം കൂരിയാട് ദേശീയപാത വീണ്ടും പൊളിഞ്ഞു. പ്രധാന റോഡിന്റെ പാർശ്വഭിത്തി തകർന്ന് സർവീസ് റോഡിലേക്ക് പതിച്ചു. നേരത്തെ അപകടമുണ്ടായതിനു സമീപമാണ് റോഡ് തകർന്നത്. ദേശീയപാതയുടെ ഭാഗമായുള്ള സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗമാണ് പൊളിഞ്ഞത്. കനത്ത മഴയ്ക്കിടെ സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗം പൂർണ്ണമായും പൊളിഞ്ഞ് സർവീസ് റോഡിലേക്ക് പതിക്കുകയായിരുന്നു. പ്രദേശത്ത് കൂടുതൽ സ്ഥലങ്ങളിൽ സർവീസ് റോഡിന് വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. കനത്ത മഴ തുടരുന്നതിനാൽ സമീപത്തെ വയലുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്.
എറണാകുളം കാലടിപ്പാലത്തിലെ കുഴിയിൽ കുരുങ്ങി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കാറിൽ നിന്നിറങ്ങിയ മന്ത്രി പാലത്തിലെ കുഴികൾ പരിശോധിച്ചു. എത്രയും വേഗം പ്രശ്നം പരിഹരിക്കാൻ പൊതുമരാമത്ത് സെക്രട്ടറിക്ക് ഫോണിൽ നിർദ്ദേശവും നൽകി. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് മന്ത്രി തൃശൂരിലേക്ക് പോകും വഴി ഗതാഗതക്കുരുക്കിൽ കുടുങ്ങിയത്. പൈലറ്റ് വാഹനത്തിൽ നിന്നുള്ളവർ ഇറങ്ങി മന്ത്രിയെ കടത്തിവിടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. പിന്നാലെ പ്രദേശവാസികളെത്തി സുരേഷ് ഗോപിയോട് തങ്ങളുടെ ദുരിതം വിവരിക്കുകയായിരുന്നു. കുഴികൾ കാരണം കാലടിപ്പാലത്തിൽ വലിയ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. കുഴികൾ നികത്താമെന്ന് പൊതുമരാമത്ത് സെക്രട്ടറി ഉറപ്പു നൽകിയതായി സുരേഷ് ഗോപി പറഞ്ഞു. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് സുരക്ഷ, ശുചീകരണം, ഉച്ചഭക്ഷണം, കുട്ടികളുടെ യാത്ര എന്നിവ സംബന്ധിച്ച മുന്നൊരുക്കങ്ങൾ പൂർത്തീകരണ ഘട്ടത്തിലെന്ന് മുഖ്യമന്ത്രി. തദ്ദേശ സ്ഥാപനത്തിൽ നിന്ന് സ്കൂൾ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ക്ലാസുകൾ നടത്താൻ കഴിയൂ. സ്കൂൾ വാഹനത്തിന്റെ ഫിറ്റ്നസ്, വാഹനത്തിലെ ജീവനക്കാരുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്നിവ ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ബന്ധപ്പെട്ട തദ്ദേശഭരണ സ്ഥാപനത്തിൽ നിന്ന് സ്കൂൾ കെട്ടിടത്തിൻ്റെ ഫിറ്റ്നസ് ഉറപ്പുവരുത്തുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ക്ലാസ്സുകൾ നടത്താൻ കഴിയൂ. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്കൂളുകളിൽ കുട്ടികൾക്ക് പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന രീതിയിൽ പണി നടക്കുന്ന സ്ഥലം മറച്ചു കെട്ടേണ്ടതാണ്. കാലവർഷം ശക്തമായതോടെ വലിയ ആശങ്കയിലാണ് ഇടുക്കി ചൊക്രമുടി നിവാസികളും ആദിവാസി സമൂഹവും. ചൊക്രമുടിയിലെ അനധികൃത തടയണ 15 ദിവസത്തിനകം നികത്തണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും നടപടിയില്ല. മഴ ശക്തമായതോടെ തടയണയിൽ വെള്ളം കെട്ടിനിന്ന് ഉരുൾപൊട്ടൽ ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഇടുക്കി ബൈസൺ വാലി വില്ലേജിൽ ഭൂമി കയ്യേറ്റവും അനധികൃത നിർമ്മാണവും നടന്ന ചൊക്രമുടി മലനിരയിൽ അനധികൃതമായി നിർമ്മിച്ച തടയണയ്ക്കെതിരെ വലിയ പ്രതിഷേധമുയർന്നിരുന്നു. തടയണയുമായി ബന്ധപ്പെട്ട് ദുരന്ത നിവാരണ നിയമപ്രകാരം തുടർ നടപടി സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടം ഉത്തരവിറക്കിയിട്ട് മാസങ്ങൾ പിന്നിടുന്നു. ചൊക്രമുടിയിലെ തടയണ അപകട ഭീഷണി ഉയർത്തുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞ നവംബർ 17-നാണ് ജില്ലാ കളക്ടർ ബൈസൺ വാലി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത്. എന്നാൽ വിദഗ്ധ സമിതി നടത്തിയ സംയുക്ത പരിശോധനയിൽ തടയണ മൂടേണ്ടതില്ലെന്നും മറ്റൊരു ഭാഗത്തുനിന്ന് മണ്ണെടുത്ത് കുളം മൂടുന്നത് മണ്ണിടിച്ചിലിന് കാരണമാകുമെന്നും റിപ്പോർട്ട് നൽകി. 45 ഡിഗ്രിയിലധികം ചെരിവുള്ള പ്രദേശത്ത് 17 മീറ്റർ നീളത്തിലും 3 മീറ്റർ വീതിയിലും നിർമ്മിച്ചിട്ടുള്ള തടയണയുടെ മൺവരമ്പ് 4 മീറ്റർ പൊട്ടിച്ചു നീക്കിയാൽ മഴ പെയ്യുമ്പോൾ കല്ലും മണ്ണും മരക്കഷ്ണങ്ങളും തങ്ങി നിന്ന് വെള്ളം നിറഞ്ഞ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. 15 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന തടയണയും അതുപോലെ തന്നെ ജലത്തിൻ്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ട് അവിടെ നിർമ്മിച്ചിരിക്കുന്ന റോഡും പൊളിച്ചു മാറ്റണമെന്ന് കളക്ടർ ഉത്തരവിട്ടിട്ട് ഇന്നേക്ക് ഏതാണ്ട് 3 മാസത്തോളം പിന്നിട്ടിരിക്കുകയാണ്. ഇതുവരെയായിട്ടും യാതൊരുവിധ നടപടികളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തോ ബന്ധപ്പെട്ട ജനപ്രതിനിധികളോ അതിനു വേണ്ടിയുള്ള ഒരു സമ്മർദ്ദം ചെലുത്തുകയോ ആ ഉത്തരവ് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്കോ പോവുകയോ ചെയ്തിട്ടില്ല. കാലവർഷം ശക്തമായതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. എത്രയും വേഗം തടയണയുടെ മൺവരമ്പുകൾ പൂർണ്ണമായി പൊളിച്ചുമാറ്റി സ്വാഭാവിക ഒഴുക്ക് പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ വലിയ മണ്ണിടിച്ചിലുണ്ടാകുമെന്നും പ്രദേശവാസികൾ പറയുന്നു. അമൃത ന്യൂസ്, ഇടുക്കി. മഴക്കാലമായതോടെ വെള്ളക്കെട്ടിൽ വലയുകയാണ് പത്തനംതിട്ട നഗരത്തിലെത്തുന്നവർ. നഗരത്തിൽ ജനങ്ങളേറെ ആശ്രയിക്കുന്ന KSRTC ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം റോഡിൽ മലിനജലം ഒഴുക്കിക്കളയാൻ ഓടയില്ല. റോഡിൽ മലിനജലം കെട്ടിക്കിടക്കുന്നതിനാൽ പകർച്ചവ്യാധി ആശങ്കയിലാണ് ജനങ്ങൾ. നഗരമധ്യത്തിൽ നിന്നും KSRTC ടെർമിനലിലേക്കുള്ള എളുപ്പവഴി. ധർമ്മശാസ്ത്ര ക്ഷേത്രം, ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസ്, അഭിഭാഷകരുടെ ഓഫീസുകൾ തുടങ്ങി സ്ഥാപനങ്ങളിലേക്ക് നിരവധി ആളുകൾ ആശ്രയിക്കുന്ന റോഡിന്റെ അവസ്ഥയാണിത്. മലിനജലം കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്ന ഇതുവഴി മൂക്കുപൊത്താതെ സഞ്ചാരം സാധ്യമല്ല. കാൽനടയാത്ര തീർത്തും ദുസ്സഹം. ഇതുവഴിയുള്ള സഞ്ചാരം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. KSRTCക്ക് പോകുന്ന വഴിയാണത്. ഈ വഴിയിൽ KSRTCയിൽ വരുന്ന മൂത്രവും മലവും കൂടെ ഒഴുകി വരുന്ന ഈ ഇങ്ങാടാണ്. ഇത് ഇടത്താവളമാണ്, അമ്പലമാണ്. ഇവിടെയുള്ള ഭക്തജനങ്ങൾക്ക് അമ്പലത്തിന്റെ അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ കാല് നമുക്ക് നടന്നു വന്നാലേ ഇതിന്റെ അകത്തോട്ട് വന്നാലേ നമുക്കിത് കയറാൻ പറ്റുള്ളൂ. ആ ഒരു അവസ്ഥയാണ്. മലിനജലം ഒഴുക്കിക്കളയാൻ ഓടയില്ലാത്തതാണ് പ്രധാന പ്രശ്നം. ചാറ്റൽ മഴ പെയ്താൽ പോലും ഇവിടം വെള്ളക്കെട്ടാകും. മുനിസിപ്പാലിറ്റിയുടെ ബിൽഡിംഗ് ഇരിക്കണല്ലോ, ഇവിടുന്ന് 150 മീറ്റർ. കോടതി ഇരിക്കണ ഒരു 100 മീറ്റർ ഇല്ല കോടതി, അതിന് സിവിൽ സ്റ്റേഷൻ. പിന്നെ ടൗണിന്റെ നടക്കാണ് സംഭവം.
അതുകൂടാതെ ദേവസ്വം ബോർഡിന്റെ ഒരു അമ്പലം, അതുകൂടാതെ ദേവസ്വം ബോർഡ് ഓഫീസ്. പിന്നെ ഞാനിവിടെ തുടങ്ങിയിട്ട് 17 വർഷമായി. നമ്മൾ രാവിലെ കാലത്ത് വന്ന് തുറന്നിരുന്നിട്ട് വൈകുന്നേരം അടച്ചിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. ഡെങ്കിപ്പനി അടക്കമുള്ള പകർച്ചവ്യാധികൾ ജില്ലയിൽ വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് നഗരമധ്യത്തിൽ തന്നെ ഇത്തരമൊരു കാഴ്ച. അമൃത ന്യൂസ്, പത്തനംതിട്ട. കാസർഗോഡ് ദേശീയപാതയിൽ വീണ്ടും തകർച്ച. 2 മാസം മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ മേൽപ്പാലത്തിൽ കോൺക്രീറ്റ് അടർന്ന് കമ്പികൾ പുറത്തെത്തി. ദേശീയപാതയിൽ മാവുങ്കാലിലാണ് നിർമ്മാണം പൂർത്തീകരിച്ച് ഗതാഗതത്തിനായി തുറന്നുകൊടുത്ത മേൽപ്പാലത്തിൽ മധ്യഭാഗത്തായി കോൺക്രീറ്റ് അടർന്ന് കമ്പികൾ പൂർണ്ണമായും പുറത്തെത്തിയത്. ഇന്ന് രാവിലെയാണ് സംഭവം യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. കമ്പി കോൺക്രീറ്റിന് മുകളിലേക്ക് ഉയർന്ന് ടാറിങ് ഇളകിയത് നിർമ്മാണത്തിലെ അശാസ്ത്രീയത വ്യക്തമാക്കുന്നു. വലുപ്പത്തിലുള്ള കമ്പി പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് അപകടത്തിനിടയാക്കുമെന്ന് ഡ്രൈവർമാർ ചൂണ്ടിക്കാട്ടി. പാലത്തിന്റെ പണിയെടുത്തിട്ട് ഏകദേശം ഒരു 2 മാസത്തിന്റെ അകത്ത് തന്നെ ഇങ്ങനെയാണ് സാഹചര്യമെങ്കിൽ ഒരുപാട് വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള വളരെ വലിയ ഒരു വിഷമം എല്ലാ ഡ്രൈവർമാർക്കും ഉണ്ട്. പണി നടക്കുന്ന സമയത്ത് ഈ പ്രദേശത്തുള്ള ആളുകളുമായിട്ടോ മറ്റുള്ള ഒരു ചർച്ചകളൊന്നും നടത്താത്തതിൻ്റെ അശാസ്ത്രീയതയാണ് ഈ കാണുന്നത്. ഇതിന് ഹൈവേ അതോറിറ്റിയും അതുപോലെ ബന്ധപ്പെട്ട അധികാരികളും കൃത്യമായ നടപടികൾ സ്വീകരിച്ചിട്ട് റോഡ് പണി നല്ല രീതിയിൽ തന്നെ ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. മഴ ശക്തമാകവേ കോൺക്രീറ്റ് കൂടുതലായി ഇളകും വിധത്തിലാണ് നിലവിലെ അവസ്ഥ. ഇവിടെ പാലത്തിന് ചോർച്ചയില്ലെന്നാണ് നിർമ്മാണ കമ്പനിയുടെ വാദം. ഇതേ റോഡിൽ ദിവസങ്ങൾക്ക് മുൻപ് സർവീസ് റോഡ് തകർന്നിരുന്നു. അമൃത ന്യൂസ്, കാസർഗോഡ്. അറബിക്കടലിലെ കപ്പൽ അപകടം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച സർക്കാർ. പാരിസ്ഥിതിക സാമൂഹിക ആഘാതം കണക്കിലെടുത്താണ് നടപടി. റവന്യൂ സെക്രട്ടറി ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കി. കപ്പൽ കണ്ടെത്താൻ സോണാർ സർവേ ഉടൻ നടത്തുമെന്നും മത്സ്യത്തൊഴിലാളികൾക്ക് ദുരിതാശ്വാസമായി 1000 രൂപയും 6 കിലോ സൗജന്യ റേഷനും നൽകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും കേവലം 14.6 നോട്ടിക്കൽ മൈൽ അകലെ വിഴിഞ്ഞത്തു നിന്നും കൊച്ചിയിലേക്ക് പോയ MSC 3 കപ്പൽ അപകടത്തിൽപ്പെട്ടത്. 643 കണ്ടെയ്നറുകളാണ് കപ്പലിലുണ്ടായിരുന്നത്. ഇതിൽ 13 എണ്ണം അപകടകരമായ രാസവസ്തുക്കൾ നിറഞ്ഞവയായിരുന്നു. കപ്പൽ പൂർണ്ണമായും മറിഞ്ഞതോടെ 56 കണ്ടെയ്നറുകളാണ് കേരളത്തിന്റെ വിവിധ തീരങ്ങളിലായി അടിഞ്ഞത്. സംസ്ഥാനത്തിന്റെ തെക്കൻ തീരത്ത് വൻ പാരിസ്ഥിതിക ഭീതി ഉയർത്തിയ കപ്പൽ അപകടത്തിന്റെ പാരിസ്ഥിതിക സാമൂഹിക ആഘാതം കണക്കിലെടുത്താണ് സർക്കാർ ഇതിനെ സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചത്. കപ്പൽ മാറ്റണമെന്ന് കമ്പനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കപ്പൽ കണ്ടെത്താൻ സോണാർ സർവേ നടത്തുമെന്നും കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ ദുരന്ത നിവാരണ അതോറിറ്റി വിശദമായ മാർഗരേഖ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. കേരളത്തിലെ പരിസ്ഥിതി ആഘാതം, തൊഴിൽ നഷ്ടം, ടൂറിസം നഷ്ടം മുതലായവയുടെ ചെലവുകൾ കണക്കാക്കേണ്ടതുണ്ട്. കപ്പൽ പൂർണ്ണമായും കേരള തീരത്ത് നിന്ന് മാറ്റണമെന്നതും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നതിനും നർഡിൽസ് കൈകാര്യം ചെയ്യാനുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വിശദമായ മാർഗരേഖ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന കണ്ടെയ്നറുകളുടെയും സ്ഥാനം കൃത്യമായി കണക്കാക്കാനുള്ള സോണാർ സർവേ ഇന്ന് തന്നെ ആരംഭിക്കും. കപ്പൽ അപകടത്തെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായ ദുരിതം പരിഹരിക്കാൻ ഓരോ കുടുംബത്തിനും താൽക്കാലിക സഹായമായി 1000 രൂപ വീതം നൽകുമെന്നും 6 കിലോ സൗജന്യ റേഷൻ നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ പ്രശ്നബാധിതരായ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ഓരോ കുടുംബത്തിനും 1000 രൂപ വീതവും 6 കിലോഗ്രാം അരി വീതവും സൗജന്യ റേഷൻ നൽകണമെന്നാണ് കണ്ടത്. 20 നോട്ടിക്കൽ മൈൽ ഒഴിവാക്കി മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്താൻ കഴിയും. മത്സ്യം ഉപയോഗിക്കാതിരിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരള തീരത്തടിഞ്ഞ 56 കണ്ടെയ്നറുകളിൽ 20 എണ്ണം കസ്റ്റംസിന് കൈമാറിയിട്ടുണ്ട്. ബാക്കി കണ്ടെയ്നറുകൾ ഉടൻ കൈമാറും. തീരത്തുണ്ടായ നഷ്ടപരിഹാരം കണക്കാക്കാൻ ക്യാപ്റ്റൻ അനീഷ് ജോസഫിന്റെ ചുമതലയിൽ കൊച്ചിയിൽ പ്രത്യേക ഡെസ്ക് തുറന്നിട്ടുണ്ട്. ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കാതെ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊല്ലം ശക്തികുളങ്ങരയിൽ അടിഞ്ഞ കണ്ടെയ്നർ നീക്കം ചെയ്യുന്നതിനിടെ തീപിടുത്തം. കണ്ടെയ്നറിലെ തെർമോകോൾ കവചത്തിലാണ് തീപിടിച്ചത്. കണ്ടെയ്നർ തീരത്തു നിന്നും മാറ്റുന്നതിനായി ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മുറിക്കുന്നതിനിടെയാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി.
തിരുവനന്തപുരം തുമ്പ തീരത്തടിഞ്ഞ പ്ലാസ്റ്റിക് തരികൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. കോർപ്പറേഷൻ ജീവനക്കാരും സിവിൽ ഡിഫൻസ് ഓഫീസർമാരും സന്നദ്ധ പ്രവർത്തകരും ചേർന്നാണ് തീരത്തടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് തരികൾ വേർതിരിക്കുന്നത്. മന്ത്രി കെ രാജൻ, ജില്ലാ കളക്ടർ അനുകുമാരി IAS എന്നിവർ തീരം സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസമാണ് തലസ്ഥാനത്തെ കടൽ തീരങ്ങളിലും കൊച്ചിയിൽ മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറുകളും അവശിഷ്ടങ്ങളും അടിഞ്ഞത്. തുമ്പയിലടിഞ്ഞ പ്ലാസ്റ്റിക് തരികൾ ആശങ്ക ഉണ്ടാക്കിയിരുന്നു. എന്നാൽ തീരത്തടിഞ്ഞത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുവാണെന്നും മനുഷ്യന് ആപത്തുണ്ടാക്കുന്നതല്ലെന്നും തിരുവനന്തപുരം കോർപ്പറേഷൻ ഉദ്യോഗസ്ഥനായ ഡോക്ടർ A. ശശികുമാർ അമൃത വാർത്തകളോട് പറഞ്ഞു. പോളിയെത്തിലിൻ ഗ്രാനുൾസ് ആണിത്. ഇത് പ്ലാസ്റ്റിക് റീസൈക്ലിങ്ങിന് വേണ്ടിയിട്ടും അതിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതൊരു നോൺ ടോക്സിക് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നോൺ ടോക്സിക് ആണ്. അതുപോലെ ഹസാഡസും അല്ല. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ, ജില്ലാ കളക്ടർ അനുകുമാരി IAS എന്നിവർ നേരിട്ട് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്ലാസ്റ്റിക്കിന്റെ ഭാഗമായിട്ടുള്ള ചെറിയ ഈ പോളിയത്തിൻ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ചെറിയ നർഡിൽസ് ഇങ്ങനെ വന്നു ചേരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് തീരത്താകെയുള്ളത്. അത് സ്ഥായിയായി ഇവിടെ കിടക്കുന്നത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുമെന്നും വീണ്ടും കടലിലേക്ക് പോകും എന്നുള്ളതുകൊണ്ട് പരമാവധി അത് മാറ്റാൻ കഴിയുന്ന വിധത്തിൽ സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടെ വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് തയ്യാറാക്കുന്നത്. മലിനീകരണം ഉണ്ടാകുമെന്നതിനാൽ ഈ പ്ലാസ്റ്റിക് തരികൾ കടൽ തീരത്തു നിന്നും നീക്കം ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. കോർപ്പറേഷന്റെ 91 ജീവനക്കാരാണ്. പെർമനന്റ് ജീവനക്കാരും അതുപോലെ ഹരിതകർമ്മസേന അംഗങ്ങളുമാണ് സൗത്ത് തുമ്പയിൽ ചെയ്യുന്നത്. തീരത്തടിഞ്ഞ വസ്തുക്കൾ ആശങ്കയുണ്ടാക്കിയെങ്കിലും കൂട്ടായ പരിശ്രമത്തിലൂടെ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള ശ്രമത്തിലാണ് തൊഴിലാളികളും. കോവിഡ് കാലത്ത് വരെ ഞങ്ങൾ പേടിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഇപ്പോൾ ഈ കണ്ടെയ്നറിൽ വന്ന സാധനങ്ങൾ മാറ്റാൻ ഒരു ഭയവും ഇല്ലാതെ തന്നെ ഞങ്ങൾ വന്ന് മാറ്റിയാണ് ഞങ്ങളിവിടെ ഇട്ടിരിക്കുന്നത്. ഇനി ബാക്കി തീരത്ത് അടിഞ്ഞു കിടക്കുന്ന ഈ വിതറി കിടക്കുന്ന സാധനങ്ങളെല്ലാം ഞങ്ങൾ വാരി ചാക്കിലാക്കിയാണ്. അതിന് ഞങ്ങൾക്ക് ഒരു ഭയവും ഇല്ല. ഞങ്ങൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം മാറ്റാൻ പറ്റും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരള തീരത്ത് കപ്പൽ മുങ്ങിയതോടെ മത്സ്യം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആശങ്കകൾ പലതാണ്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അനേകം തെറ്റിദ്ധാരണകൾ പരക്കുന്നുണ്ട്. വ്യാജ പ്രചരണം കനത്തതോടെ മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധിയിലാണ്. കടലിൽ നിന്നും പിടിച്ച മീനുകൾ നേരിട്ട് വാങ്ങാനെത്തുന്നവരുടെ തിക്കും തിരക്കും വലിയ തുറ മീൻചന്തയിലെ സ്ഥിരം കാഴ്ചയാണ്. എന്നാൽ ഇന്നതല്ല സ്ഥിതി. ആളൊഴിഞ്ഞ മീൻചന്ത. കൊച്ചി തീരത്ത് കപ്പൽ മുങ്ങിയതോടെ പറഞ്ഞു പടർന്ന അനേകം ആശങ്കകളാണ് അതിന് വഴിവെച്ചത്. നവമാധ്യമങ്ങളിലൂടെ നടന്ന വ്യാജ പ്രചരണം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ പട്ടിണിയിലാഴ്ത്തി. ചെറുകിട മത്സ്യവിപണനം നടത്തുന്ന കച്ചവടക്കാർ ഉൾപ്പെടെ നിരവധി പേർ ആശങ്കയിലാണ്. അവരാരും വരുന്നില്ല. സാധാരണ വരുന്നവരാരും വേണ്ടെന്ന് മീന് അവർ പറയുന്നു. ഇങ്ങനെയാണ് വാർത്തയിൽ പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് ഈ മീൻ ഞങ്ങൾ വാങ്ങിച്ച് കഴിക്കാൻ ഞങ്ങൾ ചാവട്ടെന്ന് അവർ ചോദിക്കുന്നു. ഞങ്ങൾ ഇതാണ് കഴിക്കുന്നത്. ഞങ്ങൾക്കൊരു മാറ്റവും കാണുന്നില്ല. ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കാനുള്ളത്. ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ പാവപ്പെട്ട ഇത്രയും പാവങ്ങൾ കിടക്കുന്നു. ഇല്ലായ്മയുള്ള എത്ര പാവങ്ങൾ ജീവിക്കാനുള്ളതാണ്. ഇതുകൊണ്ടാണ് ഈ കടൽ മത്സ്യം കൊണ്ടാണ് ജീവിക്കുന്നത്. ജനങ്ങൾ മത്സ്യം വാങ്ങാൻ ഭയക്കുന്ന സാഹചര്യത്തിലേക്ക് പ്രചാരണം വ്യാപിച്ചു. എണ്ണം കുറവേനെ ഇതിനു മുമ്പ് പോകേണ്ടതാണ്. വീട്ടിൽ മീനുകൾ ഇരിക്കണണ്ട. വാങ്ങിച്ചോണ്ട് പോയ അമ്മച്ചി തിരിച്ചു കൊണ്ടുവന്നതാണ്. വീട്ടുകളിൽ കൊണ്ടുപോയ മീനുകളാണ് തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഇരുന്ന് വിൽക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ പോയ എങ്ങനെയാണ്? കാലവർഷം കടുത്തതോടെ കടലിൽ പോകുന്നത് തന്നെ വിരളമാണ്. അതിനിടയിലാണ് ഇടയ്ക്കിടെ പിടിക്കുന്ന മീൻ പോലും വിൽക്കാനാകാത്ത സാഹചര്യമുണ്ടാകുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തൃശൂർ മണലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കാഞ്ഞാണി ശാഖയിൽ നിന്ന് 17 കിലോ പണയ സ്വർണം മോഷണം പോയി 2 പതിറ്റാണ്ടോളമായിട്ടും നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന് പരാതി. 19 വർഷം മുമ്പ് നടന്ന കവർച്ചയിൽ നിരവധി പേരുടെ പണയ സ്വർണമാണ് നഷ്ടമായത്. ഇൻഷുറൻസ് തുക ലഭ്യമാകുന്ന മുറയ്ക്ക് ബാക്കിയുള്ള ഇടപാടുകാരുടെ ബാധ്യത തീർക്കുമെന്നാണ് ബാങ്ക് അധികൃതരുടെ വിശദീകരണം. 2006 കാഞ്ഞാണി ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന മണലൂർ സഹകരണ ബാങ്കിൽ കവർച്ച നടക്കുന്നത്. ബാങ്ക് കെട്ടിടത്തിന്റെ പിൻഭാഗം തുറന്ന അകത്ത് കയറിയ മോഷ്ടാക്കൾ ലോക്കർ പൊളിച്ചാണ് സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കിയത്. ഇടപാടുകാർ പണയം വെച്ച 2097 പവനാണ് നഷ്ടമായത്. കുറെ പേർക്ക് 6 മാസത്തിനകം ബാങ്ക് നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പ്രകാരം നഷ്ടപ്പെട്ട സ്വർണത്തിന് പണം തിരികെ നൽകി. എന്നാൽ ഉപാധികൾ അംഗീകരിക്കാത്ത 14 പേർ ബാങ്കിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോവുകയായിരുന്നു. പലർക്കും തങ്ങളുടെ കെട്ടുതാലിയടക്കം നഷ്ടമായി. ബന്ധുക്കളിൽ നിന്നും അയൽവാസികളിൽ നിന്നുമായി കടമെടുത്ത് പണയം വെച്ച സ്വർണം നഷ്ടമായെന്നും ഇവർ പറയുന്നു. ഞങ്ങൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്
ഞങ്ങളുടെ പണ്ടങ്ങൾ ഇവിടെ മണ്ണൂർ സർവീസ് സഹകരണ ബാങ്കിൽ പണയം വെക്കുന്നുണ്ടായി. ഏകദേശം 23 രണ്ടാൾക്കും കൂടി ഏകദേശം 23 പവനോളം പണ്ടം കൊണ്ട് പണയം വെച്ചു. അവിടുന്ന് കുറച്ച് നാളെ കഴിഞ്ഞപ്പോൾ മണ്ണൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ പണ്ട് ഒന്നിച്ച് കളവ് പോയി. തൃശൂർ കൺസ്യൂമർ ഫോറം മുൻപാകെ പരാതി നൽകിയതിനെ തുടർന്ന് പണയസംഖ്യ നൽകിയ ദിവസത്തെ വില കണക്കാക്കി ഇടപാടുകാർക്ക് പണം തിരികെ നൽകാൻ വിധി വരികയും ഇതിനെതിരെ ബാങ്ക് സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷൻ മുൻപാകെ അപ്പീൽ കൊടുക്കുകയും ചെയ്തു. എന്നാൽ അപ്പീൽ തള്ളിക്കൊണ്ട് ഇടപാടുകാർക്ക് തുക നൽകാനായിരുന്നു ഉത്തരവ്. ഈ വർഷം മാർച്ചിൽ സ്വർണത്തിന്റെ ഇന്നത്തെ മാർക്കറ്റ് വില അനുസരിച്ച് പരാതിക്കാർക്ക് സംഖ്യ നൽകാനും കോടതി ഉത്തരവ് വന്നു. എന്നാൽ വിധി വന്ന 1.5 മാസം കഴിഞ്ഞിട്ടും പണം നൽകാൻ ബാങ്ക് തയ്യാറാകാത്തതോടെ ഇടപാടുകാർ സമരത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. ഒന്നും ലഭിക്കാതെ തുടർന്ന് ഞങ്ങൾ അയ്യന്തോൾ കൺസ്യൂമർ ഫോറത്തിൽ കേസ് കൊടുത്തു. തൃശ്ശൂർ അയ്യന്തോൾ കൺസ്യൂമർ കോടതിയിൽ കേസ് കൊടുത്തു. ആ കേസ് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധിയായി. ഇങ്ങനെ കൊടുക്കാൻ പറ്റും, ഞങ്ങൾക്ക് അന്നത്തെ വില കണക്കാക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വിധിയായി. അതേസമയം ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും തുക ലഭിച്ചാൽ ബാക്കിയുള്ള ഇടപാടുകാരുടെ ബാധ്യത തീർക്കുമെന്ന് ബാങ്ക് പ്രസിഡന്റ് PS പ്രസാദ് പറഞ്ഞു. നാഷണൽ ഫോറത്തിൽ നടന്നു വന്നിരുന്ന നിയമ പോരാട്ടത്തിനൊടുവിൽ ബാങ്കിന് ഇൻഷുറൻസ് തുക നൽകാൻ വിധിച്ചിട്ടുണ്ടെന്നും പ്രസാദ് പറഞ്ഞു. ആ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടുപോയ സ്വർണത്തിന് ലഭിക്കേണ്ടതായ ഇൻഷുറൻസ് സംഖ്യ കിട്ടുന്നതിനായി നാഷണൽ ഫോറത്തിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടെ കിട്ടുന്ന മുറയ്ക്ക് കൊടുക്കാനുള്ള സംഖ്യ, ഇൻഷുറൻസ് സംഖ്യ കിട്ടുന്ന മുറയ്ക്ക് കൊടുത്തു തീർക്കുന്നതായിരിക്കും. ഇടപാടുകാരുടെ ബാധ്യത തീർക്കാതെ ഇപ്പോഴുള്ള ബാങ്കിന് സമീപം കോടികൾ ചെലവഴിച്ച മണലൂർ സഹകരണ ബാങ്കിനായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിൽ ഇവർക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ. പണം ഉടൻ ലഭിച്ചില്ലെങ്കിൽ സമരമാർഗം സ്വീകരിക്കുമെന്ന് സ്വർണ്ണ നഷ്ടമായ ഇടപാടുകാർ പറഞ്ഞു. കൺസ്യൂമർ ഫോറത്തിന്റെ ഉത്തരവ് ലഭിച്ചിട്ടും നഷ്ടപരിഹാരം ലഭിക്കാത്തതിൽ ബാങ്കിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും ഇടപാടുകാർ പറയുന്നു. എൻ്റെ അമ്മയാണ് സ്വർണം വെച്ചത്. 14 ചില്ലാനം പവൻ വെച്ചു. എൻ്റെ ഇളയമേരാണ് സ്വർണം. അത് ഞങ്ങൾ എടുത്തു കൊടുക്കേണ്ടി വന്നു. ഞങ്ങളുടെ സ്വർണം 11 പവനും 2 ഗ്രാമും ഉണ്ട്. അതിൽ താലിമാലുണ്ട്, പിന്നെ മാലകൾ, മക്കളുടെ മാലകളുണ്ട്, പാദസരമുണ്ട്, വളകളുണ്ട്. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ പൈസ തിരിച്ച് തരാൻ പറയും. കുറേ കാലമായി ഇതിന് പുറകെ നടക്കുന്നു. ഇതുവരെ ഒരു തീരുമാനം, കോടതി വിധി വന്നിട്ടും അവരതിന് അനുകൂലമായിട്ടൊന്നും ചെയ്യുന്നില്ല. കൂടുതൽ വിവരങ്ങളുമായി ഹരീഷ് നാരായൺ ചേരുന്നു. ഹരീഷ്, പറഞ്ഞ പോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. പലർക്കും ഇപ്പോഴും അവരുടെ സ്വർണം തിരിച്ചു കിട്ടിയിട്ടില്ല. ഇതിൽ എന്ത് നടപടി സ്വീകരിക്കണം, അടിയന്തരമായി എന്ത് പരിഹാരം കാണണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്? ഒപ്പം തന്നെ ഈ ബാങ്ക് അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം എന്തൊക്കെയാണ്? തൃശ്ശൂർ മണലൂർ സർവീസ് സഹകരണ ബാങ്കിലാണ് 2006-ൽ ഇത്തരത്തിലൊരു മോഷണം നടക്കുന്നത്. ഏകദേശം 2000-ന് മുകളിൽ പവനാണ് ആ ഒരു സമയത്ത് മോഷണം പോയത്. നിരവധി ഇടപാടുകാരുടെ സ്വർണം അന്ന് നഷ്ടമായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് ബാങ്ക് ഇവർക്ക് ആ ബാങ്കിൻ്റെ ചില ഉപാധികളോടുകൂടി തന്നെ ആ പണം തിരികെ നൽകാമെന്നുള്ളൊരു കരാർ വയ്ക്കുകയുണ്ടായി. എന്നാൽ പലരും അത് അംഗീകരിച്ചെങ്കിലും ഏകദേശം 14 പേർ അതിന് എതിരായിരുന്നു. അവർ നിയമപരമായി തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി ഒരുങ്ങുകയായിരുന്നു. അങ്ങനെ കൺസ്യൂമർ ഫോറത്തിൽ ഇവർ പരാതി നൽകുകയും അത്തരത്തിൽ ഇവർക്ക് ആ ഒരു നഷ്ടപ്പെട്ട പണത്തിൻ്റെ തുക അല്ലെങ്കിൽ നഷ്ടപരിഹാരം വേണമെന്നുള്ളൊരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു ഈ കൺസ്യൂമർ ഫോറത്തിൽ. ഈ ബാങ്ക് അപ്പീൽ പോയിരുന്നു. പക്ഷേ ഈ അപ്പീൽ തള്ളിക്കൊണ്ടാണ് കൺസ്യൂമർ ഫോറം ഇവർക്ക് ഇന്നത്തെ സ്വർണത്തിൻ്റെ വില അനുസരിച്ച് ഈ ഒരു മാർച്ച് മാസത്തോടു കൂടി ഇന്നത്തെ സ്വർണത്തിൻ്റെ വില അനുസരിച്ചുള്ള നഷ്ടപരിഹാരം അവർക്ക് കൊടുക്കണമെന്നുള്ളൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇപ്പോൾ ഇത്രയും ദിവസമായിട്ടും, ഈ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും അവർക്ക് ആ ഒരു കൃത്യമായ രീതിയിലുള്ള പൈസ ലഭിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് നഷ്ടപരിഹാരം ലഭിച്ചില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ സമരമുഖത്തേക്ക് ഇറങ്ങുകയാണെന്നുള്ളത്. ഏറ്റവും പ്രധാന കാര്യം, ഇത്രയും പണം ലഭിക്കാനിരിക്കെ ബാങ്കിൻ്റെ മറ്റൊരു പുതിയ കെട്ടിടം അവിടെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു അമർഷം ഈ ഒരു ഇടപാടുകാരുടെ ഭാഗത്തുനിന്നുണ്ട്. അവർക്ക് എത്രയും പെട്ടെന്ന് ആ പണം ലഭിക്കണം എന്നുള്ളൊരു ആവശ്യം ശക്തമാവുകയാണ്. ശരി, തൃശ്ശൂരിൽ നിന്നും ഹരീഷ് നാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്. തനിക്ക് നേരെ ഉയരുന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി ശശി തരൂർ MP രംഗത്ത്. തനിക്ക് നേരെയുള്ള വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്നും എന്നാൽ മറ്റ് ചില നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും എക്സിലൂടെ തരൂർ പ്രതികരിച്ചു. തരൂരിനെ പിന്തുണച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു, പ്രതിനിധി സംഘത്തിൽ പോയവർ ഇന്ത്യക്കെതിരെ സംസാരിക്കണമെന്നാണോ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നതെന്നും റിജിജു.
ഭീകരാക്രമണങ്ങൾക്കുള്ള പ്രതികാര നടപടികളെക്കുറിച്ചാണ് താൻ വ്യക്തമായും വിശദമായും സംസാരിച്ചതെന്നും മുൻ യുദ്ധങ്ങളെക്കുറിച്ചല്ലെന്നുമാണ് ശശി തരൂർ വിമർശകർക്ക് മറുപടി നൽകുന്നത്. വിമർശകർക്കും ട്രോളുന്നവർക്കും വാക്കുകൾ വളച്ചൊടിക്കുന്നത് തുടരാമെന്നും തരൂർ വ്യക്തമാക്കി. കോൺഗ്രസ് നേതാക്കളുടെ വിമർശനങ്ങളോടാണ് തരൂരിന്റെ പ്രതികരണം. ഇന്ത്യ ആദ്യമായാണ് നിയന്ത്രണ രേഖയും അന്താരാഷ്ട്ര അതിർത്തിയും കടന്ന് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചതെന്നായിരുന്നു തരൂരിന്റെ പ്രസ്താവന. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ അതിശക്തമായ നിലപാടിനെയും 2016 സർജിക്കൽ സ്ട്രൈക്കിനെയും 2019 ബലാക്കോട്ട് വ്യോമാക്രമണത്തെയും പ്രകീർത്തിച്ച് സംസാരിച്ചു. ഇതിനെതിരെയാണ് കോൺഗ്രസിൽ നിന്ന് തരൂരിനെതിരെ വിവാദമുയർന്നത്. പനാമയിലെ സർവകക്ഷി സംഘത്തിന്റെ പര്യടനത്തിലാണ് തരൂരിന്റെ പ്രസ്താവന. പാർട്ടിയോട് ചോദിക്കാതെ കേന്ദ്ര സർവകക്ഷി പ്രതിനിധി സംഘത്തിൽ ശശി തരൂരിനെ ഉൾപ്പെടുത്തിയത് മുതൽ കോൺഗ്രസും ശശി തരൂരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത അവസാനിച്ചിട്ടില്ല. തരൂരിനെതിരെ സ്വന്തം പാർട്ടിയിൽ നിന്ന് അമർഷം പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പിന്തുണയുമായി BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ കിരൺ റിജിജു രംഗത്ത് വന്നു. കോൺഗ്രസ് പാർട്ടി തങ്ങളുടെ എംപിമാരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും രാജ്യത്തെപ്പറ്റി കോൺഗ്രസിന് എത്രമാത്രം ആശങ്കയുണ്ടെന്നും റിജിജു വിമർശിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. രാജ്ഭവനിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ പ്രഭാഷണത്തിൽ ഗവർണറെ വിമർശിച്ച് മുഖ്യമന്ത്രി. അസ്വാഭാവികമായ നടപടിയാണ് രാജ്ഭവനിൽ നടന്നത്. RSSുകാർ സംഘടിപ്പിക്കുന്ന പരിപാടി പോലെ ആയിപ്പോയി. ഗവർണർ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. തീർച്ചയായും അസ്വാഭാവികമായൊരു നടപടിയാണത്. അത് സാധാരണഗതിയിൽ ഒരു RSSകാരൻ സംഘടിപ്പിക്കുന്നൊരു പരിപാടി പോലെ ആയിപ്പോയി. അതങ്ങനെ നമ്മുടെ ഗവർണർ മാറാൻ പാടില്ലായിരുന്നു. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ED ഉദ്യോഗസ്ഥൻ പ്രതിയായ കോഴക്കേസ് അന്വേഷിക്കാൻ EDയും രംഗത്ത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസിൽ ഡൽഹി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനാണ് അന്വേഷണ ചുമതല. അന്വേഷണത്തിന്റെ ഭാഗമായി കേസിലെ പരാതിക്കാരൻ അനീഷ് ബാബുവിന് നാളെ ഡൽഹിയിൽ ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ ED നോട്ടീസ് നൽകി. ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ പ്രതിയായ വിജിലൻസ് കേസിന് കാരണമായ ആരോപണങ്ങൾ അന്വേഷിക്കാനാണ് ED എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസിൽ ഡൽഹി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനാണ് അന്വേഷണ ചുമതല. ഡൽഹിയിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പരാതിക്കാരൻ അനീഷ് ബാബുവിനോട് ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കേസിൽ അന്വേഷണവുമായി സഹകരിക്കാൻ അനീഷ് ബാബുവിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. പരാതിക്കാരനായ അനീഷ് ബാബുവിന്റെ അറസ്റ്റ് തൽക്കാലം ഹൈക്കോടതി തടഞ്ഞു. വിഷയത്തിൽ ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്ത പുതിയ ECIR പ്രകാരം തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭയക്കുന്നതായി ചൂണ്ടിക്കാട്ടി അനീഷ് ബാബു നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. അനീഷ് ബാബുവിനെതിരെ ക്രൈംബ്രാഞ്ചിന്റെയും പോലീസിന്റേതുമായി 5 കേസുകളുണ്ടെന്ന് EDയും വ്യക്തമാക്കിയിരുന്നു. കശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് കൊച്ചി യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് അനീഷ് ബാബു വിജിലൻസിനെ സമീപിച്ചത്. ED കേസ് ഒതുക്കി തീർക്കാൻ 2 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടുവെന്ന പരാതിയിൽ 3 പേർ അറസ്റ്റിലാവുകയും ചെയ്തു. അറസ്റ്റിലായ കൊച്ചി തമ്മന സ്വദേശി വിൽസൺ വർഗീസ്, രാജസ്ഥാൻ സ്വദേശി മുരളി മുകേഷ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യർ എന്നിവർക്ക് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഉപാധികളോടെ കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചിരുന്നു. ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം തുടങ്ങിയെങ്കിലും ചോദ്യം ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിരുന്നില്ല. ശേഖർ കുമാറിനെതിരെ വേണ്ടത്ര തെളിവുകൾ ശേഖരിച്ച ശേഷം EDയെ ഔദ്യോഗികമായി സമീപിക്കാൻ വിജിലൻസ് ഒരുങ്ങുന്നതിനിടയിലാണ് സമാന്തരമായി EDയും കേസ് അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. IPL റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ ഒന്നാം ക്വാളിഫയറിൽ പഞ്ചാബ് കിങ്സിനെ തകർത്താണ് ബംഗളൂരു ഫൈനലിൽ കടന്നത്. ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് 101 റൺസിന് പുറത്തായി. ജോസ് ഹെസൽവുഡ്, സുയാഷ് ശർമ്മ എന്നിവരുടെ ബൌളിംഗ് മികവിലൂടെയാണ് ബംഗളൂരുവിന് പഞ്ചാബിനെ തളയ്ക്കാനായത്. 26 റൺസ് എടുത്ത മാർക്കസ് സ്റ്റോണിസ് മാത്രമാണ് പഞ്ചാബിനായി തിളങ്ങിയത്. മറുപടി ബാറ്റിംഗിൽ ബംഗളൂരു 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു.